നിങ്ങൾ F1 എന്ന് പറയുന്ന ഈ ഒരു മൂവി തിയേറ്ററിൽ പോയി കാണണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ നിന്ന് അതിനൊരു തീരുമാനത്തിന് വേണ്ടി ഈ വീഡിയോ ക്ലിക്ക് ചെയ്തെങ്കിൽ നിങ്ങൾ തുടർന്ന് ഈ വീഡിയോ കാണണ്ട. ഇപ്പോഴേ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ് വേണ്ടതെങ്കിൽ വേഗം തന്നെ അടുത്തുള്ള തിയേറ്ററിൽ പോയി ഈ ഒരു പടം കാണുക. നിങ്ങൾ ഇനി ഏത് ആന പ്രതീക്ഷിച്ച് ചെന്നാലും നിങ്ങൾ നിരാശയോട് തിരിച്ചു വരത്തില്ല. സോ അതിനൊരു തീരുമാനമായാലും അപ്പോൾ ശരി വിട്ടോ. ഇനി അങ്ങോട്ട് ഇനി വീഡിയോയിൽ എന്നാ ചോദിക്കുകയാണെങ്കിൽ പടം കണ്ട ശേഷമുള്ള എൻ്റെ കുറച്ച് ഗുണാധികാരമാണ് ഇനി അങ്ങോട്ടുള്ളത്. ഫോർമുല 1 എന്ന് പറയുന്ന ആ ഒരു സ്പോർട്സിനെ പറ്റി എനിക്കൊരു കോപ്പും അറിയത്തില്ല. അറിയില്ലാന്ന് ചുമ്മാ പറയല്ല, എനിക്ക് അതിനകത്ത് ഒരു വക അറിയത്തില്ല അങ്ങനെ. പക്ഷേ ഇതിനകത്ത് ഇവർ ചെയ്യുന്ന ആ റേസിംഗ് ഉണ്ടല്ലോ, ആ റേസിംഗ് ഫാക്ടർ, ആ റേസിംഗ് ഗെയിംസ് ആണെങ്കിലും മൂവീസ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 10ാം ക്ലാസ് ജയിച്ചപ്പോഴാണ് എനിക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചിരുന്നത്. അതിൽ ഞാൻ ആദ്യം ഡൗൺലോഡ് ചെയ്ത് കളിച്ച ഗെയിം എന്ന് പറയുന്നത് മോസ്റ്റ് വാണ്ടഡ് ആണ്. NFS നീഡ് ഫോർ സ്പീഡിൻ്റെ മോസ്റ്റ് വാണ്ടഡ്. ഞാൻ 2-3 വട്ടം ഈ ഗെയിം ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ കട്ട് സീൻസ് കണ്ടതിന് ഒരു കൈയും കണക്കുമില്ല. പിന്നീട് റോഡ് റാഷ്, ഡിസ്ട്രക്ഷൻ ഡേബി, അസോൾട്ട് 4 മൊബൈലിലുള്ളത് ഇങ്ങനെ ഈ റേസിംഗ് എന്നത് ഒരു ഗോ ടു ഗെയിമിംഗ് നീഷായിട്ട് തന്നെ മാറിയ ഒരു ടൈം ഉണ്ടായിരുന്നു പണ്ട്. പിന്നീടാണ് സിനിമകൾ വരുന്നത്. എല്ലാവരെയും പോലെ സ്റ്റാർട്ടിങ് ഈ പറയുന്ന ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലൊക്കെ ആണെങ്കിലും പിന്നീട് ടോക്കിയോ ഡ്രിഫ്റ്റും റഷും ഫോർഡ് വേഴ്സസ് ഫെരാരി എല്ലാം കണ്ടിട്ട് ആ സിനിമകൾക്കെല്ലാം ഒരു റേസിംഗ് ഹൈ ഉണ്ടായിരുന്നു. അതൊരു വേറെ ലെവൽ ഫീലാണ്. ശേഷം ഫാസ്റ്റ് ഫോർവേഡ് ഇപ്പോൾ ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് എനിക്ക് ഡ്രൈവിങ്ങിനോട് ഇഷ്ടം വന്നൊരു ടൈം എത്തി. ആ ഒരു ടൈമിലാണ് ഈ ഒരു പടം വരുന്നത്. ഈ പടം കാണാനുള്ള എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അങ്ങ് വാനോളമാണ്. 25ാം തീയതി ഇതിൻ്റെ പ്രീമിയറിന് ടിക്കറ്റ് ഇട്ടായിരുന്നപ്പോൾ ഐ വാസ് സോ പിസ്ഡ് ഓഫ് ദാറ്റ്. എനിക്ക് ദേഷ്യം വന്നു വല്ലാണ്ട്. പടം വരുമെന്നും ബുക്കിംഗ് സ്റ്റാർട്ട് ആകുമെന്നും എനിക്കറിയുന്നു. പക്ഷേ വിത്തിൻ ഫ്യൂ അവേഴ്സിൻ്റെ ഉള്ളിൽ മെയിൻ സീറ്റ് എല്ലാം പോയി. കോയമ്പത്തൂർ ബ്രോഡ്വേയിലായിരുന്നു. അതുകൊണ്ട് സീറ്റിംഗ് എങ്ങനെയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സോ കുറേ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ശരിയാവത്തില്ല. ദെൻ ഫ്രൈഡേ ഓപ്പൺ ആകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് ഓപ്പൺ ആയതും ഞാൻ ബുക്ക് ചെയ്ത് പോകുമായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 2-2.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് താല്പര്യമില്ലാത്ത കൂട്ടുകാരനെയും വലിച്ചു പേർക്ക് ഞാൻ അവിടെ പോയി കണ്ട ഒരു പടം വർത്ത് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ ട്രസ്റ്റ് മീ എവരി പെന്നി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതാണ് മെയിൻ വിഷയം. അതായത് ഞാൻ എന്ത് പ്രതീക്ഷിച്ച് പോയോ അതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനപ്പുറം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതൊരു എല്ലാം തികഞ്ഞൊരു പെർഫെക്റ്റ് സിനിമയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും അല്ല. ഈ പടത്തിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഭയങ്കര ജനറിക് ടെംപ്ലറ്റ് ആണ്. ഇതിനു മുമ്പ് ഒരുപാട് സിനിമകളിൽ ഉപയോഗിച്ച് വർക്കായ ഒരു ഫോമുലയാണ്, ഒരു ടെംപ്ലറ്റ് ആണ്. അതുകൊണ്ടാണല്ലോ ടെംപ്ലറ്റ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ആ ടെംപ്ലറ്റ് തന്നെയാണ് ഈ പടത്തിന്. ഏറ്റക്കുറച്ചിൽ എവിടെയില്ല, നത്തിങ് മോർ നത്തിങ് ലെസ്. ദെൻ ക്യാരക്ടേഴ്സിലേക്ക് വരുന്ന സമയത്ത് ആരോടും ഭയങ്കര അറ്റാച്ച്മെന്റ് ഒന്നും തോന്നത്തില്ല. ഈ പടം അനൗൺസ് ആയപ്പോൾ തൊട്ട് തന്നെ ഒരു കമ്പാരിസൺ ടോക്ക് വന്നിട്ടുണ്ടായിരുന്ന ഇതേ ഡയറക്ടറിന്റെ തൊട്ട് മുമ്പത്തെ ചിത്രമായിട്ടുള്ള ടോപ്പ് ഗൺ മാവറിക്കുമായിട്ടാണ്. എല്ലാവരും പറയുന്ന പോലെ തന്നെ ടോം ക്രൂസിനെ ബ്രാഡ് പിറ്റ് റീപ്ലേസ് ചെയ്തപ്പോൾ ഫൈറ്റർ ജെറ്റിനെ ഈ പറയുന്ന ഫോർമുല 1 കാർസ് റീപ്ലേസ് ചെയ്തു. എന്നാൽ ആ കാൽക്കുലേഷനിൽ മൈനസ് ആയ വേറൊരു സാധനമുണ്ട്. അതാണ് ഇമോഷണൽ ഡെപ്ത് എന്ന് പറയുന്ന സാധനം. ടോപ്പ് ഗണിലെ ഓരോ ക്യാരക്ടേഴ്സും ഭയങ്കര രസമായിരുന്നു. ബിക്കോസ് അവർ ഭയങ്കര ഇമോഷണലി റൂട്ടഡ് ആയിരുന്നു. അതായിരുന്നില്ല F1 വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇമോഷണൽ വെയിറ്റേജ് ഒരു തരി പോലും ഈ പടത്തിനകത്തില്ല. എന്ന് വെച്ചാൽ അതൊരു വലിയ കുറ്റമായിട്ട് ഞാൻ പറയൂ. നോപ്പ്. ഇതിനെ ടാലി ആക്കാൻ വേണ്ടി പടത്തിലെ എജ്ജാതി സാധനങ്ങൾ അമ്മമാർ ചെയ്തു വെച്ചിട്ടുണ്ടെന്നറിയോ. ഏതാണ്ട് 2-2.5 മണിക്കൂർ വരുന്ന പടമാണ്. ഈ പടത്തിൽ ആ 1/4 മണിക്കൂർ മാറ്റുവാണെങ്കിൽ ഫുള്ളും റേസാണ്. പടത്തിനകത്ത് ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഓഡിയൻസിന് ഒന്ന് ശ്വാസം വിടാനുള്ള ഗ്യാപ്പ് വരുന്നത്. റേസിംഗ് ഒന്നും ഒരു സ്ഥലത്ത് പോലും വിട്ടുവീഴ്ചയില്ല. ഫുൾ ത്രോട്ടിൽ അത്ര എക്സിലറേറ്റിംഗ് ആണ്. ആ F1 കാറിന്റെ കോക്പിറ്റിലേക്ക് നമ്മളെ കൊണ്ട് ഇരുത്തുന്ന രീതിയിൽ അമ്മമാർ കുറെ പരിപാടി ചെയ്തിട്ടുണ്ട്. അത്രയധികം ഇമ്മേഴ്സീവ് ആണ് ഈ ഒരു സിനിമ. കാറിന്റെ ഒക്കെ ഒരു മൂട്ടിലും വളവിലൊക്കെ കൊണ്ട ക്യാമറ ഒക്കെ വെച്ചിട്ട് ഒരു ജാതി ആംഗിൾസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങളൊക്കെ കൊണ്ട് വെച്ചേക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ചു പോകും. F1 എന്ന് പറയുന്ന ഈ ഒരു സിനിമ എക്സ്ക്ലൂസീവ്ലി IMAXന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു പടമാണ്. ഞാൻ ആ റേഷ്യോ ചേഞ്ചിങ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇല്ല. സ്റ്റാർട്ട് ടു എൻഡ് വരെ അവർ ആ IMAX റേഷ്യോയിലാണ് കീപ്പ് ചെയ്തേക്കുന്നത്. കാരണം മുട്ടിന് റേസ് നടക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഈ റേഷ്യോ മാറുന്നത് അത്ര വലിയ സുഖം ഉണ്ടാവില്ല. സോ ദി ഡിസൈഡഡ് മൊത്തം നമുക്ക് IMAX റേഷ്യോ പിടിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ ചില പെക്യുലർ ഷോട്ട്സ് എല്ലാം അവർ ചെറിയ ക്യാമറ സെൻസേഴ്സ് വെച്ചാണ് ക്യാപ്ചർ ചെയ്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഐഫോൺസ് വെച്ച് മോൾഡ് ചെയ്ത് ഷൂട്ട് ചെയ്തു എന്നല്ല, ഐഫോൺസിന്റെ ഉള്ളിലുള്ള ഒരു ക്യാമറ ഉണ്ടല്ലോ, ക്യാമറ സെൻസേഴ്സ്, അത് ഈ F1 കാറിൽ മോൾഡ് ചെയ്ത് വെച്ച് കുറച്ച് ഒരു 180 ഡിഗ്രി ഷോട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. പടത്തിൽ കുറേ സ്ഥലത്ത് അത് വരുന്നുണ്ട്. പിന്നെ പടത്തിനകത്ത് ഇവർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു F1 കാർ അല്ല, ഇൻഫാക്ട് F1 കാറിന്റെ ലുക്ക് തരുന്ന അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്ന ഒരു F2 മോഡിഫൈഡ് കാറാണ്. We developed with Mercedes-AMG specifically for making this movie. സോ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി 8 F2 മോഡിഫൈഡ് കാർസാണ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഓരോ വണ്ടിയിലും പല ആംഗിളിലുള്ള മൗണ്ടിങ് ക്ലിപ്സും ക്യാമറ വെക്കാനുള്ള സെറ്റപ്പും ഉണ്ട്. അതും സ്റ്റാറ്റിക് അല്ല, മോട്ടറൈസ്ഡ്. കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ആ ഒരു ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മോട്ടറൈസ്ഡ് സെറ്റപ്പാണ് അവർ ഇതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്യാമറ എത്രമാത്രം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി പവർ ടു വെയിറ്റ് റേഷ്യോ എല്ലാം നോക്കിയിട്ട് കാറിൻ്റെ ഒരു ഡ്രൈവിങ്ങിന് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെയാണ് അവർ പ്ലാൻ ചെയ്തേക്കുന്നത്. To find cavities under the radiators where we could place the camera recording equipment. It's sketchy. You're more skilled than them. It's sketchy. ആൻഡ് ഈ ഒരു പടത്തിൽ CGയുടെ ഇൻവോൾവ്മെന്റ് ഭയങ്കരധികം കുറവാണ്. ഓൾമോസ്റ്റ് എല്ലാ റേസ് സീക്വൻസുകളും റിയൽ ടൈമിൽ ഷൂട്ട് ചെയ്തതാണ്. ബാക്കിയുള്ള ടച്ചപ്പും പരിപാടികളും ക്രൗഡ്സിനും എല്ലാം തന്നെയാണ് അവർ CGയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എവിടെയാണ് അവർ CG ചെയ്തതെന്ന്. അത്ര ക്ലീൻ ആയിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ വിഷ്വൽസ് ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന സമയത്ത് സൗണ്ട് ഡിസൈൻ ഉണ്ട് ഇപ്പുറത്ത്. എൻ്റെ പൊന്നെ, IMAX കണ്ടുകൊണ്ടായിരിക്കും ഓരോ സൗണ്ട് സെപ്പറേഷനും നല്ല എവിഡൻ്റ് ആയിരുന്നു. ഇയർ ഗ്യാസത്തിൻ്റെ ഒക്കെ ഒരു പീക്കാണ് ഈ ഒരു പടം, ഒരു സംശയമില്ല. ഹാൻഡ് സിമറാണ് ഈ പടത്തിൻ്റെ മ്യൂസിക്. സോ ആ മ്യൂസിക്കിന് മുമ്പേ ഞാൻ സൗണ്ട് ഡിസൈനെ എടുത്ത് പറയുകയാണെങ്കിൽ ആലോചിച്ച് നോക്കാം, ആ രീതി
രീതിയിൽ അവന്മാർ ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും ഹാൻസമ്മയുടെ മ്യൂസിക്കിനെ സൈഡാക്കിയിട്ട് SFX ആണ് കയറി പോയേക്കുന്നത്. അത്രയധികം കിടിലമായിട്ട് അവന്മാർ ആ സൗണ്ട് എഫക്ട്സ് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. ദെൻ ഹാൻസമ്മർ വരുന്നു. ഹാൻസമ്മറിന്റെ മ്യൂസിക്കും പിന്നെ യൂസ് ചെയ്തിരിക്കുന്ന കുറേ സോങ്സും കിടിലമാണ് എല്ലാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ ലൂപ്പിലാണ് ആ ആൽബത്തിന്റെ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസെപ്ഷൻ ഡ്രൈവിനും ഡാർക്ക് നൈറ്റിൽ ഉണ്ടായ കൊച്ചിനെ പോലെ ഉണ്ടാവും. F1ന്റെ ഒരു മെയിൻ തീം തന്നെ നല്ല രസമുണ്ടായിരുന്നു, യുണീക്ക് ആയിട്ടുണ്ടായിരുന്നു. അൺലൈക്ക് ഹാൻസിന്റെ തന്നെ റഷിലുള്ള ഒരു ഇന്റൻസിറ്റി ഒന്നും ഈ ഒരു ട്രാക്കിൽ ഉണ്ടായിരുന്നില്ല. ഇത് കുറച്ചുകൂടി ഒരു പതിഞ്ഞ മെലോഡിക്കൽ സൈഡാണ് ഉണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു അതിൽ. പിന്നെ എഡ് ഷീറിന്റെ ഡ്രൈവിന്റെ ആ ഒരു ട്രാക്ക് അതും നൈസായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രോബ്ലി അടുത്ത കുറച്ച് മാസത്തേക്ക് ഞാൻ ഈ ഒരു ആൽബത്തിന്റെ ലൂപ്പിൽ തന്നെ ആയിരിക്കും. അടുത്തെങ്ങും ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ IMAX കാണാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ പോകാൻ നോക്കി നോക്കുക. ഇനി പറ്റത്തില്ല എന്നാണെങ്കിൽ നല്ല സൗണ്ടുള്ള ഒരു തിയേറ്റർ ചൂസ് ചെയ്യാൻ നോക്കുക. ഈ 2 അല്ലാതെ വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, 4DX. ട്രസ്റ്റ് മീ, നിങ്ങൾ ഈ ഒരു പടം 4DX കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ആ ഒരു എക്സ്പീരിയൻസ് മറക്കത്തില്ല. ഞാൻ ഒരു 2 കൊല്ലം മുമ്പ് ഇതേപോലെ ഒരു റേസിംഗ് പടം 4DX പോയി കണ്ടായിരുന്നു. പേര് ഗ്രാൻഡ് ടൂറിസം. ആ പടം ഞാൻ ഒരു പ്രതീക്ഷ ഇല്ലാതെയാണ് പോയി കാണുന്നത്. അത് ഞാൻ 4DXിലും കണ്ടു, നോർമലിലും കണ്ടു. 4DXിലെ എക്സ്പീരിയൻസ് അത് വെച്ച് നോക്കാൻ വേറെ ഒന്നുമില്ല. ഇൻഫാക്ട് ഇപ്പം കണ്ട ഈ ഒരു IMAX എക്സ്പീരിയൻസ് പോലും അതിൻ്റെ മുമ്പിൽ ഇൻഫീരിയർ ആണ്. ഇമാരിയുള്ള റേസിംഗ് പടങ്ങളൊക്കെ 4DX കാണാൻ നല്ല രസമാണ്. ഓരോ ആക്സലറേഷനും ഓരോ ടേണിങ്ങും നമ്മളിങ്ങനെ കൂടെ പോകും. IMAXിലൊക്കെ ആ ഒരു സൗണ്ട് എഫക്ട്സിൻ്റെ ഒരു ക്വാളിറ്റി കാരണം നമ്മുടെ സീറ്റ് ഇങ്ങനെ കുലുങ്ങും. പക്ഷേ ഇവിടെ ഓരോ സീറ്റിൻ്റെ അടിയിൽ മോട്ടർ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് ആയിരിക്കും അത്. സോ കൊച്ചിയിലുള്ളവർ IMAX കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നേരെ ആ ഒരു 4DX കയറിയോ, നിങ്ങൾ മറക്കത്തില്ല ഒരു എക്സ്പീരിയൻസ്. ക്യാമറ, സിനിമാറ്റോഗ്രഫി, സൗണ്ടും മ്യൂസിക്കും പറഞ്ഞു. അടുത്ത് പറയേണ്ടതാണ് നമ്മുടെ എഡിറ്റർ. എജ്ജാതി കട്ട്സ് ആണെന്നറിയോ. ഇത് ചിലപ്പോൾ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടാതെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇനി ഇഷ്ടപ്പെട്ടു. പടത്തിന്റെ മൂഡ് പോലെയുള്ള ഒരു കട്ട്സ് ഭയങ്കര കിടിലമായിരുന്നു. ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. നല്ല നൈസായിരുന്നു. ഇനി ഒരു ഹാർഡ് കോർ F1 എൻത്യൂസിയസ്റ്റിന് ഈ ഒരു സിനിമ വർക്ക് ആവുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ക്വസ്റ്റ്യനബിൾ ആണ്. ബിക്കോസ് ഇതിനെപ്പറ്റി അറിയാത്ത ഒരുപാട് പേര് കാണുന്നുള്ളത് കൊണ്ട് തന്നെ സിനിമാറ്റിക് ലിബർട്ടി വെച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ ഒരു സ്പോർട്ടിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾക്ക് ഒരു കല്ലുകടിയായിട്ട് തോന്നിയേക്കാം. ആൻഡ് F1ന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ അതിന് തന്നെ ഒരു സിനിമ വേണം. പടത്തിന് പൊക്കോണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ അനിയനാണ് എനിക്ക് ഈ ഒരു F1 റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ഒരു അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം അവൻ പറഞ്ഞു തരുന്നത്. ഇത് കൂടാതെ വേറെ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു ലിസ്റ്റ് അയച്ചു തന്നു. DRS, അണ്ടർകട്ട്, ഓവർകട്ട്, ഓവർ സ്റ്റിയറിംഗ്, അണ്ടർ സ്റ്റിയറിംഗ്, ഡൗൺ ഫോഴ്സ്, ഡ്രാഗ്, ചിക്കേന്, സ്ലിപ്പ് സ്ട്രീം, ഏപ്പെക്സ്, ബിറ്റ് വിൻഡോ, ഔട്ട് ലാപ്പ്, ഇൻ ലാപ്പ്, ഫോർമേഷൻ ലാപ്പ്, ലോക്കപ്പ്, ഫ്ലാറ്റ് സ്പോട്ട്, സേഫ്റ്റി കാർ, VSC, യെല്ലോ ഫ്ലാഗ്, റെഡ് ഫ്ലാഗ്, ബ്ലൂ ഫ്ലാഗ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്ലാഗ്, ഡ്രൈവ് ത്രൂ പെനാൽറ്റി, ഗ്രിഡ് പെനാൽറ്റി, ക്വാളിഫൈങ്, Q1, Q2, Q3, പോൾ പൊസിഷൻ, ഇന്ന് വേണ്ട ഒരു നീണ്ട സാധനം. സോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പാലിച്ച് ഒരു പടം എടുക്കുക എന്ന് പറഞ്ഞാൽ നടപടിയാവുന്ന കാര്യമല്ല. എൻത്യൂസിയസിനെ ഹുക്ക് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ക്യാമ്യൂസ് വരും, നല്ല രസമായിട്ട്. ഞാനത് അറിയുന്നത് തിയേറ്ററിൽ ശബ്ദവും കൈയടിയൊക്കെ വരുന്ന സമയത്ത് ആരോ ആണ്, വലിയൊരാളാണെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ആകെ അതിലൊരു ഫെമിലിയർ ഫേസ് ആയിട്ട് എനിക്കറിയുന്നത് ലൂയിസ് ഹാമിൽട്ടനും മാക്സ് വെർസ്റ്റാപ്പനും മാത്രമാണ്. സോ ഞാൻ പറഞ്ഞ പോലെ F1 എൻതൂസിയാസ്റ്റിന് ഒരു പക്ഷേ ഇത് ഇഷ്ടപ്പെടാതെയും പോകാം. പക്ഷേ ഇത്രയും ക്ലോസിൽ ഇത്രയും ക്വാളിറ്റിയിൽ ഒരു F1 മൂവി ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല. സോ അത് നമുക്ക് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആൻഡ് F1നെ സംബന്ധിച്ച് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് വെറും ഒരു പ്രൊമോഷണൽ മെറ്റീരിയൽ മാത്രമാണെന്ന്. സോ ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി, വലിയൊരു പ്രൊമോഷണൽ മെറ്റീരിയൽ ആണെന്ന രീതിയിൽ. അല്ലാത്തൊരു സംബന്ധിച്ച് ഇതൊരു ഫ്രഷ് ആൻഡ് യൂണിക് എക്സ്പീരിയൻസ് ആയിരിക്കും ഉറപ്പായിട്ടും. ഇനി ആക്ടേഴ്സ് ആൻഡ് പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ആരും മോശമാക്കിയിട്ടില്ല. 10-20 വയസ്സുള്ള ബ്രാഡ് പിറ്റ് കണ്ടാൽ പറയോ എന്നാ ലുക്ക്, എന്നാ സെക്സിയാണെന്നറിയോ പുള്ളിയെ സ്ക്രീനിൽ കാണാൻ. പുള്ളിയുടെ ആ ഒരു സ്വാഗും ആ ഒരു കൂൾനെസ്സും തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ട്. ഈ ഒരു കൂൾ എന്ന് പറയുന്ന വാക്കിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് എന്താണോ അതാണ് ഈ ഒരു പടം. ദെൻ സെക്കൻഡ് ലീഡായിട്ടുള്ള നമ്മുടെ ഡാംസൺ ലിറ്റിൽസ്, അതായത് റൂക്കി ഡ്രൈവർ. യൂഷ്വലി ഇതുപോലുള്ള സ്റ്റോറീസിൽ ഇങ്ങനെയുള്ള ക്യാരക്ടറിനെ നമ്മൾ വെറുക്കാനുള്ള ഒരു ഹെയ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ. ബട്ട് ഇവിടെ ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ അങ്ങനെ വെറുക്കത്തില്ല. ആളുടെ ഒരു ക്യാരക്ടറിന് ഒരു ചാംനെസ് ഉണ്ട്, അത് നല്ല രസമായിരുന്നു. ആളുടെ പെർഫോമൻസിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ആളുടെ കോസ്റ്റ്യൂംസ് ആണ്. എന്നാ കിഡിൽ എന്നറിയോ ഓരോന്നും. പിന്നെ ഹാവി ബേർഡും ഉണ്ട്, പുള്ളിയും ഇതേപോലെ ഒരു കൂൾ ക്യാരക്ടറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ദി ബെസ്റ്റ് ഡാഡ് മൂവി ഓഫ് ദി ഇയർ വേറെ ഒന്നുമല്ല F1 ആണ്, ഒരു സംശയമില്ല. ആൻഡ് ഇതിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഇഷ്യൂസ് ഉണ്ട്. ഒരാവശ്യം ഇല്ലാതെ ആഡ് ചെയ്ത ഒരു റൊമാൻറ്റിക്കൽ ട്രാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എത്തിക്കലി റൈറ്റ് ഓർ റോങ് എന്ന് പറയുന്ന കാര്യമൊന്നും ഞാൻ അതിനകത്ത് കയറ്റാൻ നോക്കുന്നില്ല. പക്ഷേ ആ ചെയ്തത് പോലും നല്ല വൃത്തിയിൽ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കണല്ലോ എന്ന് പറഞ്ഞ് വെച്ച പോലെയുണ്ട്, അത് നല്ലപോലെ മുഴച്ച് നിൽക്കുന്നുമുണ്ട്. ദെൻ വേറൊരു ഫീമെയിൽ റോൾ വരുന്നുണ്ട്, ഒരു മെക്കാനിക്കായിട്ട്. അതിനെയും ഒരാവശ്യമില്ലാതെ വഷളാക്കി വിട്ടിട്ടുണ്ട്. ഇത് കൂടാതെ സൈമൺ ആഷ്ലി എന്ന് പറയുന്ന വേറൊരു ആക്ട്രസും ഇതിനകത്ത് ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റിലും ഉണ്ടായിരുന്നു, ഷൂട്ടും ചെയ്തു. എന്നിട്ട് അവസാന നിമിഷമാണ് ആ ഒരു ക്യാരക്ടറിനെ സ്ക്രാപ്പ് ചെയ്യാൻ അവർ തീരുമാനിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഒരു മിന്നായം പോലെ ഇങ്ങനെ ഫ്രെയിമിൽ ഇങ്ങനെ നടന്നു പോകുന്നല്ലാതെ ഒരു ഡയലോഗ് പോലും ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടില്ല. ഞാൻ പറയുവാണെങ്കിൽ എന്തുകൊണ്ട് നന്നായി. അല്ലെങ്കിൽ 2.5 മണിക്കൂറുണ്ട്, വീണ്ടും അയച്ച ഒരു 3 മണിക്കൂറൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അത് പോരാതെ ഇതുപോലെയുള്ള ക്യാരക്ടറൊക്കെ ആണെങ്കിൽ ഇല്ലാതിരിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. സോ ഓവറോൾ F1 എന്ന ഈ ഒരു ചിത്രം ഇദ്ദേഹത്തിന് തന്നെ തൊട്ട് മുമ്പത്തെ ചിത്രമായുള്ള ടോപ്പ് ഗൺ മാവറിക്കിൻ്റെ അടുത്തൊന്നും എത്തിയില്ലെങ്കിൽ പോലും കാണുന്ന പ്രേക്ഷകനെ തുടക്കം തൊട്ട് അവസാനം വരെ പിടിച്ചിരുത്താനുള്ള ഒരുപാട് പരിപാടികൾ ഈ പടത്തിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണോ ആ ഒരു ടീം പ്രോമിസ് ചെയ്ത് അത് അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ഒരു ചേസിങ് സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ മാർക്കറ്റിൽ ഇപ്പോൾ ജോസഫ് കൊസിൻസ്കിയെ വെല്ലാൻ ആരുമില്ല. അതിപ്പോൾ ആകാശത്ത് പറക്കുന്ന ഫൈറ്റർ ജെറ്റ് ആണെങ്കിലും റോഡിൽ 200 km/h പോകുന്ന ഒരു കാർ ആണെങ്കിലും അങ്ങേര് അതിനെ ഷോക്കേസ് ചെയ്യുന്ന വിധം എക്സെപ്ഷണലാണ്.
Action. പുള്ളി ഇതിലെ ഓരോ ചേസിങ് ആക്ഷൻ സീക്വൻസുകളെയും ഒരു ത്രില്ലർ പോലെ ട്രീറ്റ് ചെയ്ത് കളയും. കാണുന്ന പ്രേക്ഷകൻ അടുത്ത് എന്തെന്ന് പറഞ്ഞാൽ നഖം കടിച്ച് ഇങ്ങനെ ഇരുത്തുന്ന രീതിയിൽ പുള്ളി ഇതിനെ ചെയ്തു വെച്ച് കളയും. അതങ്ങ് കറക്റ്റ് മീറ്ററിൽ കൊള്ളുന്നുമുണ്ട്. സോ F1 എന്ന ഈ ഒരു ചിത്രം തിയേറ്ററിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിച്ച് നോക്കുക. നമ്മൾ എന്നൊരു F1 റേസിങ്ങോ അല്ലെങ്കിൽ ഇതുപോലെ പരിപാടിയൊന്നും കാണാൻ പോകുന്നില്ലല്ലോ. സോ എപ്പോഴെങ്കിലും ഇതുപോലെ വല്ലതും വരുന്നത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും.